ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മപ്പാസാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ മീൻ സിലോപ്പിയാണ്. അത് വെച്ച് നമുക്ക് മപ്പാസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. കഴുകി വൃത്തിയാക്കി വെച്ച മീനിൻ്റെ അകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് പുരട്ടി ഒരു അരമണിക്കൂർ വെക്കാം. മീനിൽ മസാല എല്ലാം പുരട്ടി വെച്ച് ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് പാതി വറുത്തെടുക്കാം. ഫുള്ളായിട്ട് വറക്കണ്ട, ഒരു പകുതി വേവിന് വറവ് മതി. മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ മീൻ പകുതി വെന്താൽ മതി. കപ്പാസിന് പകുതി വെള്ളം നല്ലപോലെ മൊരിഞ്ഞ് വരരുത്. മീൻ അവിടെ കിടന്ന് പകുതി വെന്ത് വരട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. മുക്കാൽ വേവായിട്ടുണ്ട്. നമുക്കിതിൽ കോരി ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. കുറച്ച് എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാതെ, എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ തീ കുറച്ച് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ വഴന്ന് വരട്ടെ. ഈ സവാളയ്ക്ക് ഈ നിറം വന്ന ആ മീൻ്റെ മസാലയും കൂടെ ഉള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് കരിഞ്ഞൊന്നുമല്ല. അതിൻ്റെ അകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. എങ്കിലും എന്നാലും ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ മീൻ്റെ മസാലയും കൂടെ ചെല്ലുമ്പോൾ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടേ. അതിൻ്റെ അകത്തോട്ട് 3-4 പച്ചമുളകും കൂടെ ഇടാം. ഇതിവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ വഴന്നിട്ടുണ്ടേ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര ഇവിടെ കിടന്നൊന്നും അതിൻ്റെ പച്ചചുവ മാറട്ടെ. ഇതിൻ്റെ പച്ചചുവ മാറിയിട്ടുണ്ടേ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് അരമുറി തേങ്ങ എടുത്തിട്ട് 2-ാം പാലും 1-ാം പാലും പിഴിഞ്ഞ അരമുറി തേങ്ങയും കൊണ്ടാണ്. അതിൻ്റെ അകത്തോട്ട് 2-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു തക്കാളി മുറിച്ചതിട്ട് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ്, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മീനും കൂടെ അതിൻ്റെ അകത്തോട്ട് എടുത്തു വെക്കാം. ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്തോട്ട് എടുത്തു വെക്കാം. മൂടി വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ. 10 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്ക് മീൻ വെന്തോന്ന് നോക്കാവേ. പപ്പാസ് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് സ്വല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ. സ്വല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് സ്വല്പം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതായത് ഒരു 3/4 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തേ. ഇപ്പം അതൊക്കെ ഇങ്ങനെ തവിയുണ്ടൊന്ന് സ്പീഡിലിളക്കല്, മീൻ പൊടിഞ്ഞു പോകും. ഇങ്ങനെ ഇളക്കിയ ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തത്.
പാൽ ഒഴിച്ചിട്ട് അത് ആ ഒന്നാം പാല് തിളയ്ക്കാൻ നിൽക്കരുതേ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ഒത്തിരി തിളയ്ക്കരുത്, തിളച്ചാൽ കൊള്ളൂല. നമുക്കതിൻ്റെ മേളിലോട്ട് ഒരു കറിവേപ്പില വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.